ഉദ്ദേശമായിരിക്കും. പക്ഷെ അതല്ല നടക്കുന്നത്. സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുണ്ടെങ്കിൽ ഈ നിയമം ശരിക്കും സ്ത്രീകൾ പലരും ദുരുപയോഗം ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിനെ സംബന്ധിച്ച് ഈ അടുത്ത കാലത്ത് സുപ്രീം കോടതിയിൽ വിധി വന്നിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞ ഒരു സ്ത്രീ ഇങ്ങനെ ആരോപണം ഉന്നയിച്ചു എന്ന് വെച്ച് മാത്രമേ കേസെടുക്കാനായിട്ട് തിരികരുത്. അതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞതിന് ശേഷം മാത്രമേ പോലീസുകാർ FIR ഇടാവൂ എന്നുള്ള കാര്യം സുപ്രീം കോടതി അടുത്ത കാലത്ത് വിധിച്ചിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ നിയമം വളച്ചൊടിക്കുന്ന തലത്തിലാണ് ഓരോ ദിവസവും നമ്മളെ ന്യൂസുകൾ കാണുന്നത്. കഴിഞ്ഞ ദിവസം ഒരു വേടൻ സംഭവമായിരുന്നു. ഇപ്പോ ബാലേന്ദ്ര മേനോനിലേക്ക് വീണ്ടും കടന്നാക്കിയാണ്. ദിവസം ഈ പീഡനം ശരിക്കും ഇത് കേരളം തന്നെയാണെന്നൊരു സംശയമുണ്ട്. അല്ല, ഇത് കേരളത്തിലെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരും ഇങ്ങനെ ഈ ആരോപണങ്ങൾ ഉന്നയിച്ച് അത് മുതലെടുക്കാൻ പറ്റിയ സാമൂഹിക മാധ്യമങ്ങളിലും മറ്റുള്ളവരുടെ ശ്രദ്ധിച്ച് മുതലെടുക്കാൻ പറ്റുമെന്നുള്ള ബ്ലാക്ക് മെയിലിംഗ് തന്ത്രമായിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു കച്ചവട ശ്രമമാണോ? ശരിക്കും കച്ചവടമാണ്, ബ്ലാക്ക് മെയിലിംഗ് ആണ് ശരിക്കും. ഇതൊക്കെ എന്നെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന അഭിമാനപൂർവ്വം പറയുകയും അതൊരു കച്ചവടത്തിലേക്ക് കടക്കുകയും ചെയ്ത് ഒരു കാലഘട്ടത്തിലേക്കാണ് പോക്ക്. അതിനിപ്പോ വേറൊരു കാര്യം പറയാനുള്ളൂ. നാണം കെട്ടും പണം ഉണ്ടാക്കിയാലും നാണക്കേടെ പണം മാറ്റിയിടുന്ന ധരിക്കുന്നവരായിരിക്കും അവരൊക്കെ. എല്ലാവരും അങ്ങനെ ആണെന്നില്ല. നാണം കെട്ടും പണം ഉണ്ടാക്കണം എന്നുള്ള ചിന്താഗതിയാണ്. വീണ്ടും ട്വിസ്റ്റ്, ഗംഭീര പഴഞ്ചൊല്ലി. ശരിക്കും ജോലി ചെയ്യാൻ സാധിക്കാത്ത ഒരു ഏജ് കഴിയുമ്പോഴാണ് എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ ഈ സിനിമാ മേഖലയിലുള്ള കൂടുതൽ സ്ത്രീജനങ്ങൾ വന്നു ചേരുന്നത്. അതെ, അതിന് വേറെ കാര്യമുണ്ട്. ആ ജോലി ചെയ്യാൻ പറ്റാത്ത കാലത്തിന് ചിലപ്പോൾ അവരെയൊക്കെ ഈ ഫീൽഡിൽ നിന്ന് പുറന്തള്ളപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരൊന്നും വിളിക്കുന്നുണ്ടാവില്ല. അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുള്ളൂ ഈ മീനു മുനീറിനെയൊക്കെ സംഭവിച്ചിരിക്കണമെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇവർക്കൊന്നും ഇതൊക്കെ വേറെ കാര്യമാണ്. ഇവർക്കൊക്കെ ഏറ്റവും നല്ലത് ഞാനൊരു മറ്റേ ബോംബെയിൽ ചുവന്നൊരു ഈ പോയാണ് നല്ലത്. ഏറ്റവും നല്ലത് അതാണ്. അപ്പോ റെഡ് സ്ട്രേറ്റ് ഇവർക്ക് പറ്റിയ പണി അതൊക്കെയാണ്. അല്ലാതെ ഇവിടെ കിടന്ന് ഇങ്ങനെ പറയാനല്ല. വളരെ കൃത്യമായ എവിഡൻസ് ഇല്ലാതെ ഈ ഇന്ത്യ എന്ന മഹാരാജ്യത്തെ നിയമങ്ങൾ വളച്ചൊടിക്കുന്ന രീതിയിലുള്ള ഇതേപോലുള്ള ആളുകൾ എന്താണ് ചെയ്യേണ്ടത്? അല്ല, അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചാൽ ഇവിടെ ശിക്ഷിക്കാൻ നിയമമില്ല. അതൊരു പ്രശ്നം തന്നെയാണ്. പക്ഷെ അതുകൊണ്ട് എന്താ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ത്രീ പീഡന സംബന്ധിയായിട്ടുള്ള ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് അവരുടെ കുടുംബക്കാരും അവരുടെ കുടുംബാംഗങ്ങളും എത്രമാത്രം സമൂഹത്തിൽ അപമാനിക്കപ്പെടുന്നുണ്ടെന്ന് ഈ ആരോപണം ഉന്നയിക്കുന്നവരോ അതിന് ഹല്ലേലൂയ പാടുന്നവർ ചിന്തിക്കുന്നില്ല. തലമുറകളോളം മോശമായ രീതിയിലുള്ള ഒരു അഡ്രസ് ആയിരിക്കും. പിന്നെ അതെ, തലമുറകളോളം അവരാ പിന്തുടർച്ചക്കാർക്കും എല്ലാവർക്കും മോശമായ രീതിയിൽ സമൂഹത്തിൽ മറ്റുള്ളവരുടെ ദൃഷ്ടി ആ രീതിയിൽ അവരെ കാണുകയുള്ളൂ. അപ്പം ഇത് ശരിക്കും പറയുകയാണെങ്കിൽ അങ്ങനെ ദുരാരോപണം ഉന്നയിക്കുന്നവർക്കെതിരെ അവരെ കനത്ത ശിക്ഷ നൽകേണ്ടതാണ്. ശിക്ഷിക്കണം എന്നാണോ? ദിവസവും പ്രതീക്ഷിക്കാം പീഡനങ്ങളുടെ ഒരു നീണ്ട നിര.